സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം എവിടെയോ തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, അതിന് കാലതാമസം സംഭവിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവമുണ്ടോ? അങ്ങനെ ഒരു സീസണിലൂടെയാണോ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് അതിൻ്റെ മേലൊരു ജയം ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ദൈവവചനം വായിക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി അയച്ചതായിട്ട് അവിടെ കാണാൻ കഴിയും. എന്നാൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാർസി രാജ്യത്തിൻ്റെ പ്രഭു തൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ ആകാശമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ തടഞ്ഞു വെച്ചു. ഇതുപോലെ പലപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഉത്തരത്തെ തടയുവാൻ, അതിൻ്റെ കാലത്തിൻ്റെ താമസം വരുത്തുവാൻ, ദൈർഘ്യം വരുത്തുവാനൊക്കെ ശത്രുവിന് കഴിഞ്ഞെന്ന് വന്നേക്കാം. കാരണം നാം കാണാത്ത ഒരു ആത്മമണ്ഡലവും ഒരു ആത്മയുദ്ധവും നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ആത്മീക ജീവിതത്തെ തടയാൻ, അവൻ്റെ പ്രോമിസുകളെ ഇല്ലാതാക്കാൻ പിശാചിന് പറ്റില്ല. പക്ഷെ അതിനെ വൈകിപ്പിക്കാനായിട്ട് കഴിയും, അതിനകത്ത് അല്പം താമസം വരുത്താനായിട്ട് കഴിയും. എന്നാൽ ഓർക്കൂ, അങ്ങനെ ഒരു കാലതാമസത്തിലൂടെ നിങ്ങൾ കടന്നു പോയെന്ന് വന്നാലും പെട്ടെന്നുള്ള മറുപടികളും പെട്ടെന്നുള്ള ദൈവികമായിട്ടുള്ള വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സമയത്തും സംഭവിക്കാം. ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പാർസി രാജ്യത്തിൻ്റെ പ്രഭു പ്രാർത്ഥനയുടെ ഉത്തരത്തെ ആകാശമണ്ഡലങ്ങളിൽ, ആത്മമണ്ഡലത്തിൽ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. അടുത്തത് പറയുന്നു, ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച്, മീഖായേലിനെ അയച്ച് ആ ശത്രുവിൻ്റെ ശക്തിയെ തകർത്ത് തൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില പൈശാചിക മണ്ഡലത്തെ തകർത്ത് നിങ്ങളുടെ ഉത്തരത്തെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും നിങ്ങളുടെ നന്മകൾ തടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന ആ പ്രോമിസുകൾക്ക് കാലതാമസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ മേൽ ഒരു വലിയ വിടുതലുണ്ടാകട്ടെ, ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ സന്തോഷത്തിൻ്റെ ചില റിസൾട്ടുകൾ, ചില ഉത്തരങ്ങൾ, പ്രാർത്ഥനയുടെ മറുപടികൾ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളോടെ ചുരുക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഗോഡ് ബ്ലസ് യു.